നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട് CBF ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കിയിരിക്കുകയാണ്. ബ്രസീൽ നാളെ രണ്ടാം മത്സരത്തിന് ഇറങ്ങിയാണല്ലോ. ഹെയ്ത്തിയാണ് എതിരാളികൾ. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം സാങ്കേതികമായിട്ട് മറ്റന്നാൾ രാവിലെ 6 മണിക്കാണ് ആ കളി. ആ കളിക്കുള്ള ബ്രസീൽ ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ടീമിനോടൊപ്പം താരം ട്രാവൽ ചെയ്യുകയുമില്ല. അതായത് മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടു, നെയ്മർ ജൂനിയർ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു, ബെഞ്ചിലുണ്ടായിരുന്നു, സൈഡ് ലൈനിലുണ്ടായിരുന്നു, താരങ്ങളോട് സംസാരിക്കുന്നു, ഹൈഡ്രേഷൻ ബ്രേക്കിന് പോയി വിനിക്കും ബ്രൂണോ ഗുയ്മാറസിനുമൊക്കെ ടിപ്സ് കൊടുക്കുന്നു. ആ പരിപാടിയില്ല. ഈ കളിക്ക് നെയ്മർ ജൂനിയർ ടീമിനോടൊപ്പം തന്നെ ഉണ്ടാവില്ല എന്ന് ഒഫീഷ്യലി ഇപ്പോൾ CBF അറിയിച്ചിരിക്കുകയാണ്. CBFൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ ന്യൂ ജേഴ്സിയിൽ തന്നെ തുടരും. അതായത് ഈ കളി ഫിലാഡൽഫിയയിലാണ്. ഫിലാഡൽഫിയയിലേക്ക് ടീമിനോടൊപ്പം നെയ്മർ ജൂനിയർ ട്രാവൽ ചെയ്യില്ല എന്നാണ് അറിയിക്കുന്നത്. ഹി വിൽ റിമൈൻ ഇൻ ന്യൂ ജേഴ്സി. എന്നിട്ട് അദ്ദേഹം തൻ്റെ റിക്കവറി പ്രോസസ്സിൻ്റെ അവസാന ഘട്ടം ഒപ്റ്റിമൈസ് ചെയ്യും. അത് മികച്ച രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരും. മേക്കിംഗ് യൂസ് ഓഫ് എക്സലൻറ്റ് ഫെസിലിറ്റീസ് അറ്റ് ദി റിഡ്ജ് ഹോട്ടൽ ആൻഡ് ദി കൊളംബിയ പാർക്ക് ട്രെയിനിങ് സെൻറ്റർ. അതായത് താരം ഇപ്പോൾ എവിടെയാണോ ടീമിൻ്റെ ബേസ് ഉള്ളത് അവിടെ തന്നെ തുടരും. ടീമിനോടൊപ്പം ഫിലാഡൽഫിയയിലേക്ക് പോകില്ല, മറിച്ച് ന്യൂ ജേഴ്സിയിൽ തന്നെ തുടർന്നിട്ട് അവിടെയുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തി തൻ്റെ റിക്കവറി ഫേസിൻ്റെ അവസാന ഘട്ടം മികച്ച രൂപത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. ടീമിനോടൊപ്പം അദ്ദേഹം യാത്രയാവുന്നില്ല എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി CBF അറിയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ടീമിനോടൊപ്പം നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. അതേസമയം അദ്ദേഹം തന്നെ റിക്കവറി വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കളി കഴിഞ്ഞ് അടുത്ത കളിക്ക്, അതായത് സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിന് അദ്ദേഹത്തെ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ CBF നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.